നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കെ മുരളീധരൻ, കഴിഞ്ഞ ദിവസവും നമ്മൾ കെ മുരളീധരനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കെ മുരളീധരൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ വളരെ ചുരുക്കം ഒരു വിഷയം, അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ഹൗസ് സർജൻസിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് പാമ്പിൻ്റെ കടിയേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തെ വളരെ വിശദമായി പറയുമ്പോൾ ശരീരം നൊന്താൽ പാമ്പ് കടിക്കും, അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ചില പാമ്പുകൾ ശരീരം വേദനിക്കണമെന്നില്ല, അത് അഗ്രസീവായ ചില പാമ്പുകളുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി, രക്താണലി, മണ്ഡലി എന്നൊക്കെ പറയും. ഇത് കടിക്കുന്നത് ഒട്ടും അതിൻ്റെ ശരീരം വേദനിക്കണമെന്നില്ല, ഭയപ്പാടോടുകൂടി നമ്മൾ അടുത്തൂടെ പോയാൽ ചാടി കടിക്കുന്ന ഒരു പാമ്പാണ് ഈ അണലി എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പാമ്പിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരെല്ലാം അതിനെ അങ്ങനെ ഒരു വളരെ ഭീതിതമായ രീതിയിലാണ് പറയുന്നത്. ബാക്കിയുള്ള പാമ്പുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പാമ്പുകളാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഇവിടെ ആശുപത്രി പരിസരത്ത് വെച്ചിട്ടാണ് ഈ ഹൗസ് സർജൻസി വിദ്യാർത്ഥിനിയെ പാമ്പ് കടിക്കുന്നത്. ഒരു ഡോക്ടറാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആശുപത്രി എന്ന് പറയുന്ന ഒരു മേഖലയിൽ അവിടെ ജോലി ചെയ്യുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പോലും അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് പോലും ജീവനിൽ അല്ലെങ്കിൽ ജീവൻ ഭയക്കാതെ ആശുപത്രിയിൽ ജോലിക്കെത്തുക സാധ്യമല്ല എന്നുള്ള ഒരു വ്യക്തമായൊരു കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വലിയ വാർത്തയായി മാറിയില്ല, ചർച്ചകളിലേക്ക് പോയില്ല. അതും ഒരു ആശുപത്രി പരിസരത്ത് വെച്ച് ഒരു ഡോക്ടറെ പാമ്പ് കടിച്ചത് വലിയ ചർച്ചയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അതേസമയം മറ്റ് ഒരു മന്ത്രിസഭയായിരുന്നു നമ്മുടെ കേരളം ഭരിച്ചിരുന്നതെങ്കിൽ, അതായത് LDFൻ്റെ ഒരു മന്ത്രിസഭയാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ തീർച്ചയായും ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ വാർത്തയായി മാറുമായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഈ UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം 4 മരണങ്ങളോളം സംഭവിച്ചു കഴിഞ്ഞു വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട്. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 മരണങ്ങൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പോലും ഒരു വലിയ പ്രതിഷേധമുണ്ടാകുകയോ അതിനുമപ്പുറത്തേക്ക് ഇവിടെ വലിയ തോതിലുള്ള ഒരു വലിയ പ്രശ്നങ്ങളിലേക്കോ ചർച്ചകളിലേക്കോ ഒക്കെ കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഷിബു ബേബി ജോൺ പറഞ്ഞത് വന്യജീവി ആക്രമണം ചെറുക്കുന്നതിന് വേണ്ടി ഒറ്റമൂലികൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചാൽ പൊതുവിൽ നമ്മുടെ ആരോഗ്യ ജീവ സംരക്ഷണത്തിനായി യാതൊരു തരത്തിലുള്ള ഒറ്റമൂലികളും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഹാരം സർക്കാരിൻ്റെ കയ്യിലില്ല. ഇവിടെ ഈ പറയുന്ന മന്ത്രി യാതൊരു എളുപ്പമില്ലാതെയാണ്, അതായത് കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രി യാതൊരു എളുപ്പമില്ലാതെയാണ് സഭയിൽ കയറിയെന്നുകൊണ്ട് ഇത് പറയുന്നത്. അതായത് കാട് പിടിച്ച് കിടക്കുന്ന സാഹചര്യമായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരോടും ചേർന്നിട്ട് അത് വൃത്തിയാക്കി. അപ്പം ഈ പാമ്പ് കയറി കിടക്കുന്ന അല്ലെങ്കിൽ പാമ്പ് നിറഞ്ഞു നിൽക്കുന്ന ഈ കാടെല്ലാം കൂടെ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഈ പാമ്പ് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന ഈ പാമ്പ് ഈ വിദ്യാർത്ഥിനിയുടെ കാറിൻ്റെ അടുത്തായി ടയറിൻ്റെ മറ്റോ അതിൻ്റെ ചുവട്ടിലായി കിടക്കുന്ന സാഹചര്യത്തിൽ ഇവർ തിരിച്ചിരുന്ന് വീട്ടിലേക്കോ മറ്റോ ഹോസ്റ്റലിലേക്കോ പോകാൻ വേണ്ടിയിട്ട് അവർ കാറിനടുത്തേക്ക് വരികയും ആ സമയത്ത് കാറിൻ്റെ ഡോറ് തുറക്കുന്ന സമയത്ത് ഈ പാമ്പിൻ്റെ മേലെ ചവിട്ടുകയും ചെയ്തു. അത് കടിച്ചു. സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. മേലിൽ നൊന്ത പാമ്പ് കടിക്കും. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു മധ്യവയസ്കനായ ഒരു വ്യക്തി സർജറിയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ പുഴു അരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് പുഴു അരിക്കുന്നു? അതായത് നേരത്തെ തന്നെ പുഴു അവിടെ ആ കാലിൽ ഉണ്ടായിരുന്നതാണ് എന്ന് പറയേണ്ടി വരും. അവിടെ പുഴുവിൻ്റെ മുട്ട ഉണ്ടായിരുന്നു, അതിന് വളരാൻ സാഹചര്യം കിട്ടിയപ്പോൾ അത് മുട്ട വിരിയുന്നു, സാഹചര്യവശാൽ അത് പുഴുക്കളായി മാറുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് പറയേണ്ടി വരും. ഇത് ആരോഗ്യ രംഗത്തിൻ്റെ അനാസ്ഥയല്ല, കെടുകാര്യസ്ഥതയല്ല എന്നായിരിക്കും പറയാൻ പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, വീണ ജോർജ് ആണ് ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുമായിരുന്നോ? ഈ പുഴു കയറിയ ഇതിൽ മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുമായിരുന്നോ? ഇല്ല. മാധ്യമങ്ങൾ എവിടെയൊക്കെ വെച്ച് വീണ ജോർജിനെ കയ്യിൽ കിട്ടുമോ അവിടെ എല്ലാം വെച്ചിട്ട് മാധ്യമങ്ങൾ ഇതേ ചോദ്യം 1000 ആവർത്തി ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് വീണ ജോർജ് പറയുന്ന മറുപടിയിൽ ഒരിക്കലും തൃപ്തിയാവില്ല. നടപടി എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടി വരട്ടെ എന്ന് ചോദിക്കും. നടപടി എടുത്തില്ലല്ലോ എന്നായിരിക്കും ചോദിക്കുന്നത്. നടപടി എടുക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു മറുചോദ്യമില്ല. എന്നത്തേക്കാണെന്ന് പോലും ചോദ്യമില്ല. നടപടി ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കെതിരായ അന്വേഷണം ഉണ്ടാവും. ഇത്രയൊക്കെ വരികയുള്ളൂ. അതായത് കുത്തഴിഞ്ഞു തുടങ്ങി എന്ന് പറയുന്നതാവും ശരി. ഇവിടെ ഞാൻ ഈ പറയുന്ന കാലിൽ പുഴുവരിച്ചതാണെങ്കിലും ഒരു വയോധികയുടെ കാലിലുണ്ടായിരുന്ന ഞരമ്പ്, എനിക്ക് തോന്നുന്നു മഞ്ചേരിയിലാണ്, ആ ഞരമ്പ് മുറിഞ്ഞു പോയി. അത് സർജറിക്കിടയിൽ കട്ട് ചെയ്തു. അപ്പം അത് സംഭവിച്ച ആവശ്യമില്ലാത്തൊരു ഞരമ്പാണ് മുറിച്ച് കളഞ്ഞത് എന്ന് വേണമെങ്കിൽ നാളെ ഇതേ മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ ഇതേ മന്ത്രി നാളെ വന്നുകൊണ്ട് പറയും. അതൊരു ആവശ്യമില്ലാത്ത ഞരമ്പായിരുന്നു. അവരുടെ സർജറി ചെയ്യുന്ന കൂട്ടത്തിലാണ് കാലിൽ രണ്ടാമതൊരു ഞരമ്പ് കൂടി കണ്ടത്. അതൊരിക്കലും ആവശ്യമില്ലാത്തൊരു ഞരമ്പായതുകൊണ്ട് ഡോക്ടർമാരത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നൊരു വിരുദ്ധമായ ഒരു ന്യായീകരണം നാളെ ഈ മന്ത്രി നടത്തും.
അപ്പോഴും ഇതെല്ലാം മാധ്യമങ്ങൾ കേട്ടു ചിരിച്ചുകൊണ്ടിരിക്കും. ശരിയാണല്ലോ, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരു ഞരമ്പ് വന്നാൽ അത് മുറിച്ച് കളയുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഇതേ മാധ്യമങ്ങൾ നാളെ നമ്മുടെ പിന്നെ ഈ പറയുന്ന പൊതുവിൽ വാർത്തയിലേക്ക് വരും. ഇവിടെ ഒരു സർക്കാർ മാറുന്നതനുസരിച്ച്, സർക്കാരിൻ്റെ രീതികൾ മാറുന്നതനുസരിച്ച് ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെ പൊതുവിൽ അത് ചോദ്യം ചെയ്യാൻ എത്തുന്ന മാധ്യമങ്ങളുടെ മുന്നിൽ പോലും അത്തരത്തിലുള്ള ചില പ്രതിസന്ധികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളോ ഒക്കെ അവർ ഒഴിവാക്കി വിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ വളരെ വ്യക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംവിധാനത്തെ മൊത്തത്തിൽ മുച്ചൂടാക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ ഇവിടുത്തെ ആരോഗ്യ മേഖല തകർന്നു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് പുതിയ ലക്ഷ്യം. അപ്പോൾ ഇവിടുത്തെ ആരോഗ്യ മേഖല തകർന്നു എന്ന് വരുത്തിക്കൊണ്ട് ഇവിടുത്തെ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ട നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ട ഒരു കൈ അയച്ച സഹായം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ്. അപ്പോൾ അതുകൊണ്ട് ഒരു എളുപ്പമില്ലാതെ ഒരു മന്ത്രി എങ്ങനെയാണ് ഒരാളെ പാമ്പ് കടിച്ചതിനെക്കുറിച്ച്, അതും ഒരു ആശുപത്രി പരിസരത്ത് വെച്ച്, അപ്പോൾ രോഗികളുടെ ജീവൻ എന്താണ് വിലയുള്ളത്? അവിടെയുള്ള രോഗികൾക്ക് പലർക്കും ഇതേ ദുരിതാവസ്ഥയിലേക്ക് പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അതും ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സാഹചര്യമാണ്. അപ്പം ആശുപത്രി എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പോലും സർവൈവ് ചെയ്യാൻ കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമായി മാറുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ ഉദാഹരണമായി അല്ലെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിലെന്താണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിലപാട്? അവർക്കെതിരെ പിന്നെ ഈ പറയുന്ന അവിടുത്തെ വൃത്തിയാക്കലാണെങ്കിലോ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ ക്ലീനായിട്ട് കൊണ്ടു നടന്നുകൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് കുത്തഴിഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. അതല്ല, ഇനിയിപ്പോൾ UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നൊരു തോന്നൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഈ പറയുന്ന കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ അവിടെ സസ്പെൻഷൻ നടക്കുന്നുണ്ട്. കാര്യം ശരിയാണ്, നല്ല കാര്യമാണ്. അതൊരു നല്ല ഒരു നീക്കമാണ് എന്ന് പറയേണ്ടി വരും. നടപടി എടുക്കണം. കാരണം നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പുഴു വരിക്കണമെങ്കിൽ അവിടുത്തെ എല്ലാ സാഹചര്യങ്ങളെയും കുറിച്ച് പഠനവിധേയമാക്കാൻ എന്തുകൊണ്ടാണ് മന്ത്രി തയ്യാറാവാത്തത്? മന്ത്രി എന്തുകൊണ്ടാണ് അതിനകത്തൊരു ഉത്തരവാദിത്തം കാണിക്കാത്തത്? അപ്പം നമ്മൾ ഇതെല്ലാം കൂടി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എന്തൊക്കെയോ ചില പാകപ്പിഴകളുടെ തുടക്കമാവുന്നു എന്ന് നമ്മൾ കരുതേണ്ടി വരും. അപ്പം നമുക്കറിയാം കേരളത്തിലെ UDF സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ കയറിയത്. അവരുടെ ലക്ഷ്യം അധികാരം മാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ വേറൊന്നും ആയിരുന്നില്ല. എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുക. നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി ഈ പറഞ്ഞ ഞങ്ങൾ അധികാരത്തിൽ കയറിയില്ല എങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു. അത്ര കോൺഫിഡൻസോടുകൂടി 100 സീറ്റിന് പുറത്ത് ഞങ്ങൾ നേടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറയണമെങ്കിൽ തുടർന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പിന്നീട് അദ്ദേഹം നടത്തിയ യാത്രകളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. മംഗലാപുരത്തേക്ക് ഇവിടുന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ, അതും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു പ്രതിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചെലവിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറുന്നു. അവിടെ JDSൻ്റെ അതായത് NDAയുടെ ഒരു ഘടകകക്ഷി നേതാവിനെ വീട്ടിൽ പോയി സന്ദർശിക്കുന്നു. അതിനുശേഷം അദാനി ഗ്രൂപ്പിൻ്റെ ഒരു പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. ഇതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട. എന്തുകൊണ്ടാണ് ഇതൊന്നും ചർച്ചയിലേക്ക് വരാതെ പോയത്? നേരെ മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന കാലഘട്ടത്തിൽ ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ അതൊക്കെ പൊയ്ക്കോട്ടെ. ഇവിടെ വിജയരാഘവൻ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് വിജയരാഘവൻ എവിടെ പോയിട്ട് ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോയും പുറത്തേക്ക് വന്നപ്പോൾ അത് എത്ര ദിവസം ചർച്ചയിൽ വന്നിരുന്നു? അവിടെ പോയി പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ? കോഴിക്കോട് എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ വിജയരാഘവൻ സഖാവിൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുന്നു, ഇന്നടുത്തേക്ക് പോവാം. അവിടേക്ക് പോകുന്നു. അവർ ചിരപരിചിതരായ വ്യക്തികളാണ്. അവരവിടെ പോയി ആഹാരം കഴിക്കുന്നു, തിരിച്ചു പോരുന്നു. ഇത് വലിയ ചർച്ചാ വിഷയമായി മാറി. ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിയ തോതിൽ മാധ്യമങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ റിസൾട്ട് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച കേരളത്തിന് പുറത്ത് കർണാടകയിൽ നടക്കുന്നു. ആ മാധ്യമങ്ങൾ മിണ്ടിയിട്ടില്ല. VD സതീശനോട് അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇവിടെ ഈ ഒരു സംഭവം വിജയരാഘവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടും രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്തൊരു വിഷയമാണ് അവിടെ സംഭവിച്ചത്. രാഷ്ട്രീയമായി അതിനെ അളക്കാനേ കഴിയില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി. അവിടെ രാഷ്ട്രീയ ചർച്ചയൊന്നും ആയിരുന്നില്ല എന്നുള്ള കാര്യം വിജയരാഘവൻ തന്നെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം തീരെ പ്രാധാന്യമില്ലാത്ത ഒരു വിഷയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ട് കൂടി അത് ചർച്ചയിലേക്ക് വന്നു. ഇവിടെ പിന്നെ ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സതീശൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കനുസരിച്ച് സീറ്റ് കിട്ടിയ സാഹചര്യം, ഈ കൂടിക്കാഴ്ച വരുന്നു. എന്നിട്ട് പറയും ഞാൻ പിന്നെ അവിടേക്ക് പോയതാണ്, മൂകാംബിക ദർശനത്തിന് പോയതാണ് എന്നൊരു കള്ളം പറയുന്നു.
അപ്പോൾ പല ആവർത്തി വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കള്ളം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് തരം രാഷ്ട്രീയമാണ് സംഭവിക്കുന്നത്? തുടർന്ന് ഇങ്ങോട്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാനില്ല എന്ന് പറഞ്ഞ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് മുഖ്യമന്ത്രി ആയതിനു ശേഷം രായ്ക്ക് രാമായണ ലത്തീൻ സഭാ മേലധ്യക്ഷന്മാരെ പോയി കാണുന്നു. വെള്ളാപ്പള്ളി നടേശൻ കാരണം വെള്ളാപ്പള്ളി നടേശനാണ് ഇവിടെ ഏറ്റവും വലിയ മതവിദ്വേഷം പടർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ UDF-ലെ നേതാക്കന്മാർ മന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ പോയി അനുഗ്രഹാശിസുകൾ നേടുന്നു. NDA-ലെ ഘടകകക്ഷിയായ BDJS-ന്റെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളി കൊണ്ടുവരുന്ന പുട്ടും കടലയും മേടിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ മാറുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു രാഷ്ട്രീയ ഇതിൽ എവിടെയാണ് ഇതെല്ലാം ചർച്ചയിലേക്ക് പോയിട്ടുള്ളത്? ഇതൊന്നും തന്നെ ഒരു ചാനലിലും അന്തിച്ചർച്ചയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വിരോധാഭാസം തന്നെയാണ്. വിജയരാഘവൻ പോയാൽ വിജയരാഘവൻ ഏതെങ്കിലും ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവിൻ്റെ വീട്ടിൽ പോയിരുന്ന ആഹാരം കഴിച്ചാൽ അത് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന രാഷ്ട്രീയ കൂടിക്കാഴ്ചയായി മാറുന്നു. അതേസമയം വി ഡി സതീശനെ പോലെയോ UDF-ൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഈ പറയുന്ന അസ്പൃശ്യരായ നേതാക്കന്മാരുടെ ഇടയിലേക്ക് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള നേതാക്കന്മാരുടെ അടുത്തേക്ക് പോയി അവിടെ കൂടിക്കാഴ്ച നടത്തുകയും വലിയ ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് ഒരു കയ്യകലത്തിൽ മാത്രം നിർത്തിയിരിക്കുന്ന അദാനി ഗ്രൂപ്പിലെ ഒരു ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തിയാലും അതൊക്കെ സൗഹൃദ സന്ദർശനവുമാക്കി മാറ്റുന്ന ഒരു വലിയ തന്ത്രം കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവിടെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള കുടിലതകൾ സംഭവിച്ചിരുന്നാലും ഏതൊക്കെ തരത്തിലുള്ള പോരായ്മകൾ ഓരോ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നാലും ശരി, ഇതെല്ലാം നാളെ ഒരു വലിയ മാധ്യമ വാർത്തയാകും എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി വരില്ല. കാരണം ഇതൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് എല്ലാവർക്കും മുൻകൂട്ടി അറിയാം. അപ്പോഴാണ് ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഈ 102 സീറ്റിന്മേലുള്ള ഒരു സംശയം നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മറ്റ് രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി സെക്രട്ടറിയായി വരുന്നു, പേഴ്സണൽ സെക്രട്ടറിയായിട്ട് വരുന്നു. അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഡീറ്റെയിലുകൾ, അതായത് തെരഞ്ഞെടുപ്പ് വിശകലന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് എന്തുകൊണ്ടാണ് വൈകിയത്? അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വൈകി പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ട് ഇതുവരെ എവിടെയും ഒരു ചർച്ചയും കാര്യക്ഷമമായി നടന്നതായി ഓർക്കുന്നില്ല. അപ്പോഴാണ് ഈ രീതിയിൽ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ തീർത്തും നിരുത്തരവാദപരമായ ഒരു സമീപനം, നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന, അതും വളരെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന നമ്മുടെ നിയമസഭാ മന്ദിരത്തിനകത്ത് വെച്ച് നടക്കുമ്പോൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.